അപ്പോൾ ഇന്ന് നമ്മൾ ചിക്കൻ പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി ചിക്കൻ നന്നായി അരവൊക്കെ തിരുമ്മി വെക്കുക. സാധാ നമ്മൾ ഉണ്ടാക്കണം തന്നെ. പിന്നെ പുട്ടുപൊടി റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിപ്പിച്ച പൊടിയാണ് അമ്മ കൊടുത്തയച്ചാണ്. ചിക്കൻ വറുക്കാൻ വേണ്ടി എണ്ണയിലിട്ടു. അതിനൊപ്പം ചെറിയ ഉള്ളി എന്നെ എടുക്കണേ. ചെറിയ ഉള്ളി, തിരി തക്കാളി, കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. കാരണം ഉള്ളിയിൽ നമ്മൾ ഉപ്പിട്ടിട്ടില്ലല്ലോ. അങ്ങനെ നന്നായിട്ട് വഴറ്റിയെടുത്ത് മൊരിപ്പിച്ചെടുക്കുക. നല്ലതായിട്ട് മൊരിഞ്ഞു പോകുന്നത് വേണ്ട. അതിനുശേഷം നമ്മൾ പുട്ടിന് ഉള്ള വെള്ളം വെച്ചിട്ടുണ്ട്. പുട്ടും കുറ്റി എടുത്തിട്ടുണ്ട്. നാളികേരം ഇടുന്നു. നാളികേരം കുറച്ച് അധികം ഇടണേ, എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അങ്ങനെ നാളികേരം ഇടുന്നു, പുട്ടുപൊടി ഇടുന്നു. പിന്നെ നമ്മുടെ കുറച്ചും കൂടി നാളികേരം ഇട്ട് കേട്ടോ. ഇതിന് 3 പുട്ടാക്കി എടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ള പാകത്തിലാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. വീണ്ടും നാളികേരം ഇടുക. അതിന് മുകളിൽ നമ്മൾ പ്രത്യേകം ഉണ്ടാക്കി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുക. ഇതിന് പ്രത്യേക കറികളൊന്നും വേണ്ട കേട്ടോ. ഈസി പണിയാണ്. നമുക്ക് രാവിലെ വേഗം പണി ഒരുക്കും. പിന്നെ ഞാനും കണ്ണനും മാത്രമേ ഉള്ളൂ. അപ്പോൾ ചിക്കൻ ഉണ്ടെങ്കിൽ പുട്ടും പോയിക്കോളും. അങ്ങനെ കുറച്ചുകൂടി നാളികേരം ഇട്ട് കൊടുക്കുക. വീണ്ടും പുട്ടുപൊടി ഇട്ട് കൊടുക്കുക. അങ്ങനെ രണ്ടാമത്തെ പുട്ടിനുള്ള സെറ്റാക്കി വീണ്ടും നാളികേരം ഇട്ട് കൊടുക്കുക. അതിന് മേലെ കൂടെ വീണ്ടും നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കുക. പിന്നെ അങ്ങനെ നിറച്ചെടുക്കുക. മൂന്നാമത്തെ കൂടി ഇട്ട് അവസാനം നല്ല നാളികേരമൊക്കെ വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിൽ വേണമെങ്കിൽ കുറച്ചുകൂടി വേണ്ട, അതിൻ്റെ മുകളിൽ വേണ്ട, അതിൻ്റെ താഴെ ഇട്ട് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് മുകളിൽ നാളികേരം വെക്കുക. നമ്മളെ പുട്ടിന് ആവി വന്നു. കറക്റ്റ് നല്ല സെറ്റായിട്ടുണ്ട്. അങ്ങനെ പുട്ടട് കുത്തി കൊടുക്കുക. ഇതേ വരുന്നു. 1 2 3. അങ്ങനെ നമ്മുടെ പുട്ട് സെറ്റ്. ഞാനും കണ്ണനും കൂടി അവിടെ അകത്താക്കുക. ഇതെൻ്റെ പരിപാടി. സൂപ്പറാണേ. ഒന്ന് ട്രൈ ചെയ്യണേ.